വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം സ്കൂട്ടർ കുഴിയിൽ വീണ് ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കാരശ്ശേരി ആനയാംകുന്ന് സ്കൂളിന് സമീപം ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. കറുത്തപറമ്പ് വേനപ്പറക്കൽ സ്വദേശികളായ കൊളോറമക്കൽ CV അബ്ദുൽ ഗഫൂർ, ഭാര്യ സലീജ ബീഗം എന്നിവർക്കാണ് പരിക്കേറ്റത്. റോഡിലെ കുഴിയിൽ സ്കൂട്ടർ വീണാണ് ദമ്പതികൾക്ക് പരിക്കേറ്റത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയാംകുന്ന് സ്കൂളിന് സമീപം ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമായത്. കറുത്തപ്പറമ്പ് വേനപ്പാറയ്ക്കൽ സ്വദേശികളായ കൊളോറമ്മൽ CV അബ്ദുൽ ഗഫൂർ, ഭാര്യ സലീജ ബീഗം എന്നിവർക്കാണ് പരിക്കേറ്റത്. നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ഒട്ടനവധി വാഹനങ്ങളും നിത്യേന കടന്നുപോകുന്ന തിരക്കേറിയ റോഡിൻ്റെ വശത്താണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്ക് ഉത്തമ ഉദാഹരണമായി വലിയ കുഴിയുള്ളത്. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി എടുത്തതാണ് ഈ കുഴി. അപകടത്തിൽ അബ്ദുൽ ഗഫൂറിൻ്റെ മുഖത്തും കാലിലും പരിക്കേറ്റിട്ടുണ്ട്. ഭാര്യ സലീജ ബീഗത്തിൻ്റെ കാലിന് പൊട്ടലുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ജോലികൾ കഴിഞ്ഞിട്ടും കുഴി കൃത്യമായി മൂടാൻ അധികൃതർ തയ്യാറായിരുന്നില്ല. ആനയാംകുന്ന് സ്കൂളിന് തൊട്ടപ്പുറത്ത് വാട്ടർ അതോറിറ്റിൻ്റെ റോഡ് സൈഡിൽ വാട്ടർ അതോറിറ്റിൻ്റെ കുഴി കുഴിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറേ ആയിട്ട് അവിടെ ഉണ്ട്. അതിനവിടെ ഒരു തടസ്സം, ഒരു പൈപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതൊന്നുമില്ല. വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. നല്ല കുഴിയാണ്. മാസങ്ങൾക്ക് മുമ്പേ ഉള്ള കുഴിയാണ്. ആ കുഴിയിൽ വീണിട്ട് തെറിച്ച് വണ്ടി കറങ്ങി തിരിഞ്ഞ് വീണ് എനിക്ക് മുട്ടുകാലിന് പല്ല് എല്ലാം പരിക്ക് പറ്റി. ഭാര്യയുടെ കാല് പൊട്ടി. ഏതായാലും ദൈവാധീനം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഒരുപാട് ആളുകൾ ആ കുഴിയിൽ വീഴുന്നുണ്ട്. അപകടം സ്ഥിരമാണ്. വാട്ടർ അതോറിറ്റിൻ്റെ ആളുകൾ അത് മാസങ്ങളായിട്ട് ആ ഒരു നിലയിലിട്ടതാണ്. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ആളുകളെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന്. വിദ്യാർത്ഥികളടക്കമുള്ള വലിയൊരു ജനവിഭാഗത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറിയ വാട്ടർ അതോറിറ്റിയുടെ ഈ വീഴ്ചയ്ക്കെതിരെ പ്രദേശവാസികളിൽ നിന്നും യാത്രക്കാരിൽ നിന്നും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.